പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാതമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവത ആസ്വാദന കഥ, അതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് വസുദേവർക്ക് ചില ആത്മജ്ഞാനങ്ങളും അമ്മയ്ക്ക് മരിച്ചുപോയ കുട്ടികളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മരിച്ചുപോയവരെ കാണിച്ചു കൊടുക്കാൻ പോലും കൃഷ്ണന് കഴിവുണ്ട്. വേറെ ആർക്കും കഴിവില്ലാത്തൊരു സംഭവമാണത്. മരണത്തെ ജയിക്കാൻ ഉപാസനയ്ക്ക് മാത്രമേ പറ്റൂ. കൃഷ്ണോപാസകർക്കും ഈശ്വരോപാസകർക്കുമേ കഴിയൂ എന്നൊരു തത്വം കൂടി അത് കൂടെ കാണിച്ചിരിക്കുകയാണ്. ഇതം മനുഷ്യണോദിശാവേ ബാമുരാരേ ചരിതം അമൃതകീർത്തേർ വർണ്ണിതം വ്യാസപുത്രൈ. അങ്ങനെയുള്ളതായിരിക്കുന്ന ഈശ്വരകഥ, ലോകത്തിൻ്റെ കൽമഷങ്ങളെ നശിപ്പിക്കുന്ന കഥ ഏതൊരാൾ കേൾക്കുന്നുണ്ടോ അവർക്കെല്ലാം അപവർഗ മോക്ഷത്തിൽ താല്പര്യമുണ്ടായിട്ട് എല്ലാ ബന്ധനത്തിൽ നിന്നും മുക്തി കിട്ടും. ഭഗവതി ഗത ചിത്തോ യാതിതക്ഷേമധാമ. ഭഗവാനിൽ ഭക്തി ഉറച്ച് ഈ സംസാര ദുഃഖത്തിന് മോചനം കിട്ടും എന്നും പറഞ്ഞിട്ടാണ് അത്രയും ഭാഗമാണ് അവസാനിപ്പിച്ച്. ഇനി രണ്ട് സംഭവമാണ് ഒരധ്യായത്തിൽ പറയണം. ഇവിടുന്ന് അങ്ങോട്ട് എന്താണത്? ഒന്ന്, അർജുനൻ സുഭദ്രയെ വിവാഹം കഴിച്ചത് എങ്ങനെ? സുഭദ്ര എന്ന് പറഞ്ഞാൽ ശരിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിൻ്റെ മുത്തശ്ശിയാണ് ആയിട്ടാണ് വരിക. അഭിമന്യുവിൻ്റെ പുത്രനാണല്ലോ പരീക്ഷത്ത്. അഭിമന്യുവിൻ്റെ പുത്ര ഉത്തരയുടെ അമ്മ സുഭദ്ര. അപ്പോൾ ഒരു തരം മാതാമഹ എന്ന് പറയാൻ വേണമെങ്കിൽ. എങ്ങനെയാ വിവാഹം? ഭഗവാന്റെ സഖാവായ അർജുനനാണ് കഴിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷിത്തും ഈ കേൾക്കണ കഥയെ കൃഷ്ണനുമായിട്ട് വളരെ ബന്ധമുണ്ട്. ശരിക്കും കൃഷ്ണൻ്റെ സഹോദരിയാണ് പരീക്ഷത്തിൻ്റെ മുത്തശ്ശി എന്നാണ്. അപ്പം തൻ്റെ മുത്തശ്ശി കൃഷ്ണൻ്റെ സഹോദരിയാന്നൊക്കെ പറഞ്ഞാൽ കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ടല്ലോ. വളരെ സന്തോഷമായി പരീക്ഷത്തിന്. അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടാവുക. ഇപ്പം പറഞ്ഞു, അർജുനന് സുഭദ്രയെ ഇഷ്ടമാണ്. പാഞ്ചാലി പത്നിയായിട്ടുണ്ട്. പണ്ടൊക്കെ ബഹുഭാര്യത്വമുണ്ട്, എല്ലാവർക്കും ഉണ്ട് ഒന്നിലധികം പത്നിമാർ. ഇല്ലാത്തൊരൊറ്റ ആളേലും അത്ര ശ്രീരാമൻ. ഏകപത്നി വ്രതധരോ. ഏകപത്നി വ്രതനായിട്ട് ആ കാലഘട്ടത്തിൽ ശ്രീരാമനേ ഉള്ളൂ, വേറെ ആരുമില്ല. ഭീമനുണ്ട്, ഇടിമ്പ എന്ന് പറഞ്ഞിട്ട് ഒരു പുത്രനുണ്ടായി എന്ന് പറയുന്നുണ്ട്. ധർമ്മപുത്രൊക്കെ അടക്കമുണ്ട്. അശ്വിനി ദേവതകൾ ഉണ്ടായിട്ടുള്ള ഒരാണല്ലോ നകുല സഹദേവന്മാർ, അവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് വേറെ പത്നിമാർ. അത് തെറ്റല്ല, അതൊന്നും അംഗീകരിക്കപ്പെട്ടിരിക്കണമെന്നാണ്. സുഭദ്രയുടെ പാഞ്ചാലി ഒഴികെ മറ്റൊരു പത്നിയാണ് സുഭദ്ര. അതാരാണ്? ഭഗവാന്റെ സഹോദരിയാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ സ്നേഹത്തിലായിരുന്നു. ഒക്കെ പണ്ടുണ്ട്, ലോകമുള്ളിടത്തോളം ഇതൊക്കെ ഉണ്ടാവുമെന്ന്. ഇന്നിപ്പോൾ എല്ലാവരും അറിയണു. മറ്റു പണ്ട് അത്രയൊന്നും അറിഞ്ഞിരുന്നില്ല, അത്രയേ ഉള്ളൂ. സുഭദ്രയെ അർജുനന് ഇഷ്ടമായി. ഇതാർക്കറിയാം? ഭഗവാൻ അറിയാം. നമ്മുടെ ഗേമാ ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരിയെ വേണം നിനക്കല്ലേ, ശരിയാക്കി തരാം, പേടിക്കണ്ട. അർജുനെ പോലെ ഒരാൾക്ക് കൊടുക്കുന്നതിന് ഭഗവാന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആർക്കിഷ്ടമല്ല? ബലരാമന് അത് വലിയ പ്രിയമില്ല. കാരണം അവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ബലരാമൻ്റെ ഗുരുനാഥനാണ് ദുര്യോധനൻ. ശിഷ്യനാണ് ദുര്യോധനൻ. ദുര്യോധനനെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട് ബലരാമൻ, ഗദായുദ്ധം. അപ്പോൾ ദുര്യോധനൻ ഈ സുഭദ്രയിലൊരു ആഗ്രഹമുണ്ട് എന്ന് രാമൻ മനസ്സിലാക്കി. കൃഷ്ണ, വിവാഹപ്രായമൊക്കെ വരുമ്പോൾ ആ ദുര്യോധനൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. നമുക്കിപ്പോൾ സുഭദ്രയെ ദുര്യോധനനാണ് കൊടുത്താൽ എന്താ? ഇതിങ്ങനെ എനിക്കൊരു തോന്നലുണ്ട് എൻ്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞത് ഭഗവാന് അറിയാം. ഒട്ടും ഇഷ്ടമില്ല ദുര്യോധനന് കൊടുക്കാൻ. ഇഷ്ടമുണ്ടാവും കൃഷ്ണന്. ബലരാമൻ ഈ ശിഷ്യനായതുകൊണ്ടാണ്. ശിഷ്യനാണെന്നുള്ളൊരു വാത്സല്യമുള്ളൂ. ശത്രുപക്ഷത്താണ്. ഒരു പാണ്ഡവരും മറ്റൊരു കൗരവരും അല്ലേ. ആ കൗരവരിൽ ഒരാളായ ദുര്യോധനനെ എങ്ങനെയാണ് തൻ്റെ പെങ്ങളെ കൊടുക്കുക? നടന്നത് തന്നെയെന്ന് കൃഷ്ണൻ മനസ്സിൽ ചിന്തിച്ചു. പുറത്തേക്ക് ഏട്ടനല്ലേ, പറയാൻ പാടില്ലല്ലോ. നോക്കാട്ടെ, അക്ക സന്ദർഭം വരട്ടെ എന്ന് മാത്രം എവിടെയും തൊടാണ്ട് തട്ടുമുട്ട് പറഞ്ഞ് അങ്ങനെ കഴിച്ചു കൂട്ടി. അർജുന, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാരണവർക്ക് ഇഷ്ടാവണ്ടേ. നീ ഒരു കാര്യം ചെയ്യൂ. കൃഷ്ണനാണ് അപ്പോൾ പറയാനുള്ള അധികാരമൊക്കെ ഉണ്ട്, സഖാവല്ലേ. ഒരു സന്യാസിയുടെ വേഷം കെട്ടി
ദ്വാരകയുടെ സമീപത്ത് വരൂ, ബാക്കിയൊക്കെ നമുക്ക് നേരെയേക്കാം. ആയിക്കോട്ടെ, കൃഷ്ണൻ പറഞ്ഞത് കേട്ടാൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും കൃഷ്ണൻ. അർജുനൻ ശിരോമുണ്ടനം ചെയ്ത് കാവ്യവസ്ത്രം ധരിച്ച് രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച് കൃഷ്ണൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കാരണവരെ കൊണ്ടിപ്പോൾ അത് എങ്ങനെയെങ്കിലും അംഗീകരിപ്പിക്കണം. കാരണവർക്ക് ഇഷ്ടമല്ല, സൂത്രവിദ്യയും നയവും മാത്രമേ ഇവിടെ പറ്റൂ. അല്ലാണ്ട് പറഞ്ഞായിട്ടും സമ്മതിക്കില്ല, ദേഷ്യം വരും, പെട്ടെന്ന് ചുണ്ടി വരും. ഈ ബലരാമൻ അങ്ങനെയാണ്, ഒരു സൂത്രവും നയവും തന്ത്രവും വേണം. ചിലപ്പോൾ അങ്ങനെ വേണം ജീവിതത്തിൽ. ആ അർജുനൻ സന്യാസി വേഷത്തിലൊക്കെ കെട്ടി ശിരോമുണ്ടനോ കാവ്യമുണ്ടോ ഒക്കെ ആയിട്ട് കേമായിട്ട് അവിടെ രാൽവൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കണു. ചില ആൾക്കാരൊക്കെ പോയിട്ട് നമസ്കരിച്ച് ചില ഉപദേശങ്ങൾ കൊടുക്കുക, പ്രസാദം കൊടുക്കുക, സംശയങ്ങൾ ചോദിക്കുക, അതിനുത്തരം പറയുക. ഓ, കേമായി ഈ സന്യാസം. കൃഷ്ണൻ അധികം നടന്നു അർജുനനെ കൊണ്ടുവന്ന് തലയാട്ടി. നേരേക്കാം, നമസ്കരിക്കാനൊന്നും പോയില്ല. കൃഷ്ണനിപ്പോൾ എന്തിനാ അർജുനനെ നമസ്കരിക്കണം? വേഗം ബലരാമൻ ഇത് കണ്ടു. നമ്മുടെ ദ്വാരകയുടെ സമീപത്തൊരു മഹാത്മാവ് വന്നാൽ പോയി കാണണ്ടേ. പോയിട്ട് നമസ്കരിച്ചിട്ട് എന്താ ഏതാ പൂർവാശ്രമം ഏതാന്നൊക്കെ ചോദിച്ചു. ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന് അറിവ്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ, മായ എന്ന് പറഞ്ഞാൽ എന്താ, മായ എങ്ങനെ കടക്കുക, സംസാര ദുഃഖത്തെ അനുഭവിക്കുന്നവർക്ക് എന്താണ് പരിഹാരം? ചോദ്യമൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഉത്തരം അറിയാം, അസൽ ഉത്തരം. ഇവിടുന്ന് അർജുനൻ പഠിച്ചിട്ടുണ്ടല്ലോ ഗീതോപദേശത്തെ കൂടെ. നല്ല നല്ല ഉത്തരങ്ങൾ അങ്ങനെ കൊടുത്തു. ബലരാമൻ നമസ്കരിച്ചു, അനുഗ്രഹിച്ചു. കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നമ്മുടെ ദ്വാരകയുടെ സമീപത്തൊരു സന്യാസി വന്നിട്ടുണ്ട്, താൻ പോയി കണ്ടുവോ? ഏട്ടാ, അതിനൊക്കെ ഇപ്പോൾ എവിടെ സമയം, ഇവിടെ 100 തിരക്കാണ്, സന്യാസിമാരെവിടെ തീയതിയൊക്കെ നടക്കും, ഇപ്പോൾ ഇവരെയൊക്കെ പോയി കാണുക. കൃഷ്ണ അങ്ങനെ തർക്കുത്തരം പറയരുത് കേട്ടോ, അങ്ങനത്തെ ഒരു സന്യാസി അല്ല അത്. കാരണം ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നല്ല ഇതുവരെ കിട്ടാത്ത ഉത്തരങ്ങളാണ്, കറക്റ്റ് ഉത്തരങ്ങളാണ് കിട്ടിയിരിക്കണം. അദ്ദേഹം മഹാജ്ഞാനിയാണ്. കൃഷ്ണൻ ഒന്ന് പോയിട്ട് കണ്ട് നമസ്കരിക്കൂ, നല്ലതല്ലേ പറയണ? ആയിക്കോട്ടെ, ഏട്ടനിഷ്ടം പോവാം. എനിക്കിപ്പം അങ്ങനെ നമസ്കരിക്കില്ല. ആരെയും നമസ്കരിച്ചാൽ എന്താ, ഭഗവാൻ ആരെയും നമസ്കരിക്കാൻ മടിയൊന്നുമില്ല. നേരെ ഇവിടെ വന്നു, അർജുന കാരണവർ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കണം. എന്നെ ഇപ്പോൾ അധികം താമസിക്കാണ്ട് അങ്ങോട്ട് വിളിക്കും ഉള്ളിലേക്ക്. അപ്പോൾ വന്നോ, മടിക്കൊന്നും വേണ്ട, ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാവിടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ആജ്ഞ പോലെ അർജുനൻ പറഞ്ഞു. കൃഷ്ണൻ ഇവിടെ വന്നപ്പോൾ ബലരാമൻ, കൃഷ്ണ സന്യാസിയെ കണ്ടോ? ഓ കണ്ടു. നമസ്കരിച്ചു. എന്നിട്ട് എന്തേ ഇങ്ങോട്ട് പോരേ? ഇങ്ങോട്ട് പോരാണ്ട് ഞാൻ അവിടെ നിന്നിട്ടും എന്താ ഏട്ടാ കാര്യം? അങ്ങനെയില്ല കൃഷ്ണ, തർക്കുത്തരം പറയരുത്. ആ സന്യാസിക്ക് വല്ല ആവശ്യമുണ്ടോയെന്നോ ഒന്നും ഇവിടെ ആതിഥ്യം സ്വീകരിച്ച് കൊണ്ടുവരിക. നമ്മുടെ ദ്വാരകയുടെ സമീപത്ത് കേവലം ഇങ്ങനെ പഠിക്കലൊരാളിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? സന്യാസിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ആനയിച്ച് കൊണ്ടുവന്ന ആതിഥ്യം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയില്ലേ കൃഷ്ണ? അതൊക്കെ പറഞ്ഞു തരണോ? കൃഷ്ണന് ഇതൊന്നും അറിയില്ല അല്ലേ? ഏട്ടാ അപ്പോൾ ഇവിടെ വന്നാൽ അപ്പോൾ എവിടെ ഇപ്പോൾ അദ്ദേഹത്തെ ഇരുത്താം? ആരെങ്കിലും സ്ഥലമുണ്ടോ? എവിടെ അദ്ദേഹത്തിനായിട്ട് ഒരു ഇതൊക്കെ കൊടുക്കണ്ടേ, റൂമൊക്കെ? കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുവരൂ, ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം. ഓ ആയിക്കോട്ടെ, ഏട്ടൻ പറഞ്ഞുല്ലോ. അർജുന പുറപ്പെട്ടോ. സന്യാസിന്ന് കൃഷ്ണൻ എന്ത് സന്യാസിയാ, പുറപ്പെട്ടോ എന്ന് പറഞ്ഞു. എണീറ്റു. ഏട്ടാ ഇതാ അദ്ദേഹം വന്നിട്ടുണ്ട്, എവിടെ ഇപ്പം ഇരുത്തണ്ട? സുഭദ്രയുടെ അന്തഃപുരത്തിലിരുത്തിക്കോളൂ കൃഷ്ണ. നന്നായി, വേണ്ട സ്ഥലത്തേക്ക് എന്നെ ഏട്ടൻ്റെ നാവുമെന്ന് വന്നൂല്ലോ. നീ താൻ പറഞ്ഞിട്ട് വേണ്ടാന്ന് അതാണ് നയെന്ന് പറഞ്ഞത്. അർജുന നാ അവിടെ തന്നെ ആവാം അല്ലേ? ആയിക്കോട്ടെ. അപ്പം ശുശ്രൂഷിക്കാനോ? സുഭദ്രയോട് പറയൂന്ന്. സുഭദ്രയ്ക്ക് ഇപ്പം എന്താ പണി? സന്യാസിക്ക് വേണ്ടതൊക്കെ 3 നേരം കൊടുക്കുക, എന്തൊക്കെ വെച്ചൊക്കെ ചെയ്തത് വേണ്ട പോലെ ശുശ്രൂഷിക്കട്ടെ. മഹാത്മാക്കളുടെ അനുഗ്രഹം നമുക്കൊരു ശ്രേയസ്സല്ലേ കൃഷ്ണ? അതതിലേറെ നന്നായി. എന്നാ പിന്നെ സുഭദ്രയെ വേണ്ടതൊക്കെ നീ ചെയ്യോറില്ലേ? ഓ ചെയ്തോളാം. സുഭദ്രയ്ക്ക് ആളെ മനസ്സിലായി. പിന്നെ ശുശ്രൂഷ ഇപ്പോൾ നേരെ വേണ്ടിയിരിക്കുമോ? അസ്ഥല ശുശ്രൂഷ എന്നാണ്. കുറച്ചിങ്ങനെ കഴിഞ്ഞ സമയത്ത് രാമൻ എന്തിലേക്കോ ഏർപ്പെട്ടിരിക്കുമ്പോൾ പറഞ്ഞു, രാമ സന്യാസി പോയിത്രേ. നമ്മളോട് പറയാണ്ട് സന്യാസി പോവേ? അതെ, പോവുക മാത്രമല്ല കൂടെ സുഭദ്രയും പോയി എന്നാണ് കേൾക്കണം. നമ്മുടെ സഹോദരിയായിട്ടുള്ള സുഭദ്രയും കൊണ്ട് കള്ള സന്യാസി പോവേ? എന്ത് സന്യാസി അത്? സ്ത്രീകളെയും കൊണ്ട് പോകണ സന്യാസിമാർ പിടിക്കുക, അടിക്കുക, വാള്, അത് ഇത് എടുക്കണം, പൊപ്പ കഴിക്കണം കഥ. അപ്പം ചിലർ പറഞ്ഞു അത് അർജുനനാണത്രേ, സന്യാസിയല്ല. ഇങ്ങനെ വേഷം മാറിയിട്ട് എന്നെ കബളിപ്പിക്കുകയെ, ഞാൻ എന്തായാലും കൊല്ലണം. കാരണം നമ്മളെ കബളിപ്പിക്കുക ഇത്, നമ്മുടെ ആളെന്നും പറഞ്ഞിട്ട്. കൃഷ്ണ ആ സന്യാസിയെ കൊല്ലാൻ നോക്കില്ലേ? അപ്പോൾ കൃഷ്ണനും ഇപ്പോൾ അത് സമ്മതിക്കാൻ പറ്റുമോ? ഏട്ടാ അപ്പം അങ്ങനെ ആ കൃഷ്ണൻ്റെ ശുപാർശ ഇവിടെ വേണ്ട.
എനിക്കറിയാം അർജുനനെ കൊല്ലാൻ താൻ സമ്മതിക്കില്ല എന്ന്. എൻ്റെ അടുത്ത് പറ്റില്ല, കൊല്ലാൻ നിശ്ചയിച്ചാൽ കൊല്ലുക തന്നെ ചെയ്യും. കാണണോ കൃഷ്ണന്? ഏട്ടാ അതല്ല പറഞ്ഞത്. പിന്നെന്താ? കൊന്നാൽ നമ്മുടെ സുഭദ്രയുടെ കാര്യം പിന്നെ വിധവയായിട്ട് ആജീവനാന്തം ഇരുന്നോട്ടെ അല്ലേ. ഒരാൾ കൊണ്ടുപോയാൽ പണ്ട് വേറൊരാൾ കൊണ്ടുപോയില്ല, ഇന്നത്തെ പോലെയല്ല. കൃഷ്ണ അങ്ങനെ ഉണ്ട് അല്ലേ? എന്നാൽ നീ കൃഷ്ണൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തോളൂ. പന്ത് കൃഷ്ണൻ്റെ കോട്ടിലേക്ക് ഒരു തട്ട് ഏട്ടൻ. സമാധാനമായി, ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ. അങ്ങനെ വേണ്ട വിധിപ്രകാരം ആ വിവാഹം അർജുനെ കഴിച്ചു ബാലരാമനെ കൊണ്ട് നയപൂർവം സമ്മതിപ്പിച്ചു. ഇങ്ങനെയാണ് സുഭദ്രാഹരണം ഉണ്ടായത്. ചിലതൊക്കെ നയം വേണം ജീവിതത്തിൽ. തമ്മിൽ തല്ലിയിട്ടോ തർക്കിച്ചിട്ടോ അതുപോലെ പറഞ്ഞാലോ കിട്ടില്ല എന്നുള്ളൊരു തത്വമാണ് സത്യത്തിൽ ഇതേണ്ട. ഇനി വേറൊരു കഥ അത് കൂടെ തന്നെ വരുന്നു. ആ അധ്യായത്തിൽ ശ്രുതദേവൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ, ബഹുളാശ്വത് എന്ന് പറഞ്ഞിട്ടൊരു രാജാവ്. ഇവർക്ക് രണ്ടു പേർക്കും കൃഷ്ണന് ആതിഥ്യം കൊടുക്കാൻ വല്ലാത്തൊരു ആഗ്രഹം. കൃഷ്ണ, ഒരു ദിവസം എൻ്റെ ആതിഥ്യം ഇവിടുന്ന് സ്വീകരിക്കണേ. അപ്പം രാജാവാണെച്ചാൽ കൊട്ടമേള നാദസ്വരം അതിഗംഭീരമായിട്ടുള്ള ആഡംബരപൂർവ്വ സ്വീകരിച്ചത്. അവനെ അനുഗ്രഹിച്ചു, കാരണം ഭക്തിയുണ്ട്. ഇവിടെയോ ശ്രുതദേവൻ അന്നന്ന് കിട്ടിയ കിഴങ്ങ്, വെള്ളം, പച്ചവെള്ളം ഇതൊക്കെ ഉള്ളൂ കയ്യിൽ. കൃഷ്ണ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് തരണൂന്നല്ല ഞാൻ നോക്കുക, എങ്ങനെ തരണൂന്നാണ്. ആ സുധാമാവ് എനിക്ക് അവില തന്നത്, അതെത്ര വലുതായിട്ട് സ്വീകരിച്ചു എന്ന് അപ്പം പറഞ്ഞിട്ടുണ്ട്. പത്രം പുഷ്പം ഫലം തോയം ഇങ്ങനെയുള്ള കായ്കിഴങ്ങുകളും വെള്ളവും വെച്ചപ്പോൾ കൃഷ്ണൻ അതും ഒരേപോലെ സ്വീകരിച്ചു. വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ അതും കേമായിട്ട് കണ്ടില്ല, ഇത് ചെറുതായിട്ടും കണ്ടില്ല. അങ്ങനെ ബഹുളാശ്വന് കൃഷ്ണൻ്റെ അനുഗ്രഹം കിട്ടി. ഭഗവാനെ സ്തുതിച്ചു. നമോസ്തുതേത്യാത്മവിദാംബരാത്മനെ അനാത്മനെ സാത്മവിഭക്തമൃത്യവേ സകാരണാകാരണലിംഗമീയുഷേ ത്വമായ സമൃദ്ധരുദ്ധദൃഷ്ടയേ. അധ്യാത്മത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം, എനിക്ക് എപ്പോഴും ഭക്തി ഉണ്ടാവണേ എന്ന് ബഹുളാശ്വനും, അതായത് സുശദേവൻ പ്രാർത്ഥിച്ചു. ബഹുളാശ്വനും ഇതേപോലെ കേമായിട്ടൊക്കെ ശുശ്രൂഷിച്ചു. രണ്ടാളും ഭഗവാനെ ശുശ്രൂഷിച്ചു. അതേപോലത്തെ രണ്ടാളെ അനുഗ്രഹവും കൊടുത്തു. ബഹുളാശ്വൻ ഇങ്ങനെ സ്തുതിച്ചു. അതേപോലെ തന്നെ ശ്രുതദേവ ബ്രാഹ്മണനും ഭഗവാനെ നമസ്കരിച്ച് രണ്ടു കൂട്ടർക്കും ഒരേപോലെ അനുഗ്രഹിച്ചു. ഒരേ സ്വരൂപം, രണ്ട് സ്വരൂപം സ്വീകരിച്ചിട്ടാത്രേ കൃഷ്ണൻ ഒരേ സമയം രണ്ടാളുടെ ആതിഥ്യം സ്വീകരിച്ചത്. കൃഷ്ണൻ അതിനൊക്കെ കഴിയും. 16,108 രൂപ എടുത്തിട്ട് അവരെ ആനന്ദിപ്പിക്കുന്ന ആളാണ്. ഇന്ന വേണ്ട ഇപ്പം 2 രൂപ എടുക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ അവരെ അനുഗ്രഹിച്ചു എന്നും പറഞ്ഞിട്ടാണ്. ഇത്തരം കഥകൾ കേൾക്കുന്നവർക്ക് ഭക്തി ഉണ്ടാവും ഈശ്വരനിൽ എന്നൊക്കെ പറഞ്ഞ് അതാണ് അവസാനിപ്പിച്ചതിന് ശേഷം മറ്റൊരു കഥയിലേക്ക് ഇങ്ങനെ കിടക്കണു. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷത്ത് ചോദിക്കണു. ഇനി കുറേയും കൂടി താത്വികമാവാൻ പോവുകയാണ് വിഷയം, കഥയിൽ നിന്ന് മാറിയിട്ട്. ഈശ്വരനെ അറിയുക എന്ന് പറഞ്ഞാൽ അത് അറിവ് കൊണ്ട്, വാക്കുകളെ കൊണ്ട് മാത്രമായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. വാക്കുകൾക്ക് അപ്പുറമാണ് ഈശ്വരൻ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു ഭഗവാനെക്കുറിച്ച് കഥാഖ്യാനോ പ്രസംഗമോ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ കുറേ ആളുണ്ടാവും. ആ കേട്ടവരിൽ എല്ലാവരും ഒരേപോലെ ആണോ അത് കേൾക്കണത്? അന്ന് ചിന്തിച്ചാൽ മതി. ചില ആൾക്കാരാ പറയണത് വിമർശിക്കും, ചില ആൾക്കാർ ഉറങ്ങും, ചില ആൾക്കാർ ഇത് കേട്ടാൽ എന്താ തനിക്ക് ലൗകിക നേട്ടം ഉണ്ടാവുക, ഈ കഥ കേട്ടാൽ എന്താ ഗുണം, അതിനെന്താ വഴിപാട് വേണ്ടത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. പല രീതിയിലാണത് കേൾക്കുക. ഒരേപോലെ ആണോ? അല്ല. കാരണം എല്ലാ ശ്രോതാക്കളും വക്താക്കളാവാറില്ല. ഉണ്ടോ? ഇത്രയോ ആൾ കേട്ടതിൽ ഒരാളാണ് എനിക്കിത് കുറച്ച് പഠിച്ച് പറഞ്ഞാലോ. അപ്പോൾ അത്രയധികം ശ്രദ്ധിച്ച് കേട്ട് അതിനോട് ഭാവം ഉൾക്കൊണ്ടവരൊക്കെ അങ്ങനെ ഉയരാൻ കഴിയും. അല്ലാത്തവരോ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്ര തന്നെ. എന്തൊക്കെയോ കാര്യത്തിന് പോയി സിനിമ കണ്ടു പോകുന്ന പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോയിട്ട് സീരിയൽ ഓൺ ചെയ്തു, TV ഓൺ ചെയ്തു, ഈ കണ്ടത് പാടെ മറന്നു. അങ്ങനത്തെ ആൾക്കാരില്ലേ, അവരെത്ര കേട്ടാലും ഈ ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ച പോലെയോ. കുറേയൊക്കെ മനസ്സിലാക്കണവരുണ്ട്, മുഴുവൻ മനസ്സിലാക്കാത്തവരുണ്ട്. പല തരത്തിലാവും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉറപ്പാണ് വാക്കിന് ഈശ്വരനെ കാണിക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും ഒരുപോലെ ആവണ്ടേ, എല്ലാവരും ഒരുപോലെ ആവണ്ടേ. അപ്പം അങ്ങനെ ആവണില്ല. എത്ര കേട്ടാലും
ഒരു സ്റ്റെപ്പ് പോലും ഒരു ഡിഗ്രി ഉയരാത്ത ആൾക്കാരുണ്ട്, വേഗം ഉൾക്കൊണ്ട് അവിടേക്ക് എത്തണവരും ഉണ്ട്. അപ്പോൾ വാക്കുകളല്ല എന്ന് പറയുന്നു. എന്നാൽ വാക്കിന് ഒരു സ്ഥാനവും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഈ ഉയർന്നവരെന്തുകൊണ്ടാണ് അവിടെ എത്തി? വാക്കുകൊണ്ടാണ്, ഈ കേട്ട വാക്കുകൊണ്ടാണ്, അല്ലെങ്കിൽ വായിച്ച വാക്കുകൊണ്ടാണ്. ഈ എത്താത്തവർ ഈ വാക്കുകൊണ്ട് എത്തിയില്ല, ഇതേ വാക്കുകൊണ്ട് ചിലരെത്തി. അപ്പോൾ വാക്ക് എത്തിക്കില്ല എന്ന് പറയുക, എത്തിക്കും എന്നും പറയുക. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണ? എന്താ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ചില ആൾക്കാർ ചോദിക്കും, നിങ്ങളിപ്പോൾ പറയണു വാക്കുകൊണ്ട് എത്തും, വാക്കുകൊണ്ട് എത്തില്ല. ഏതാ ശരി? രണ്ടും ശരിയാണ്. വാക്കുകൾ അവിടെ എത്തിക്കാനുള്ള ഒരു ഘടകം, വൺ ഓഫ് ദി മാത്രം ആണ്. അതാണ് ഉത്തരം. അല്ലാണ്ട് അതുകൊണ്ട് എല്ലാവരും എത്തും എന്നല്ല. ഇപ്പോൾ വടി വയ്യാത്ത ആൾക്ക് കൊടുത്തു, ആ വടി കുത്തി നടക്കാൻ അയാൾ ശ്രമിക്കണ്ടേ? അല്ലാണ്ട് വടി കൊടുത്തിട്ട് കാര്യമുണ്ടോ? കാറ് കൊടുത്തു, ഓടിക്കാറേണ്ടേ? അല്ലാണ്ട് ഇതെന്താ കാര്യം? അപ്പോൾ കാറ് നമ്മളെ ഒരു സ്ഥലത്ത് എത്തിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? എത്തിക്കും. അറിയാത്തവരെ എത്തിക്കുമോ? ഡ്രൈവ് ചെയ്യാൻ അറിയാത്തവർ എത്തിക്കില്ല. അപ്പോൾ കാറാണ് എത്തിക്കുന്നതും കാറാണ് എത്തിക്കാതിരിക്കുന്നതും. ഓടിക്കാൻ അറിയാത്തവരെ ഓടിക്കാൻ ആളും കിട്ടില്ല, സ്വന്തം ഓടിക്കും പറ്റില്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് കാറ് നിഷ്പ്രയോജനമാണ്. നല്ല ഓടിക്കാൻ വയ്ക്കുന്ന ആളാണെങ്കിലോ വളരെ പ്രയോജനമുണ്ട്. മർത്താട് നിർത്തുക, കയറിയിരിക്കുക, അല്ലേ? ഇതേപോലെയാണ്. അപ്പോൾ വാക്കുകൾ അതിനൊരു സഹായമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് ചിലത് വേണം, എങ്കിലേ വാക്ക് അയാളിൽ ഫലം ഉളവാക്കൂ. ഇത്രയേ ഉള്ളൂ. ഇതാണ് തത്വം. ഇപ്പം ഇതേ സംഗതി പണ്ട് നരനാരായണന്മാരിലത്തെ നാരായണ മഹർഷി നാരദനോട് പറഞ്ഞിട്ടുണ്ട്. നാരദൻ ചോദിച്ചതനുസരിച്ച്. പിന്നെ അത് സനകാദി മഹർഷിമാർ അതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. പലരും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കൈമാറി വരുന്നതാണത്ര ഈ സംഹിതകളൊക്കെ. അപ്പം ആദ്യം ആരാ ചോദിച്ച്? സനകാദിയിലത്തെ സനന്ദനൻ, മറ്റ് 3 വ്യക്തികളുണ്ട്. 4 ആളാണ് ഈ സനകാദികൾ. സനകൻ, സനന്ദൻ, സനകുമാരൻ, സനന്ദൻ, സനകുമാരൻ, എന്ന് പറഞ്ഞിട്ട് 4 ആൾക്കാരാണ്. അവരിൽ ഒരാൾ ആണ് സനന്ദനൻ. ആ സനന്ദനൻ പറഞ്ഞത് ബാക്കിയുള്ളവർ കേട്ടു. സനകുമാരൻ, സനകാദി മഹർഷിമാർ 3 ആൾ കേൾക്കുക. ആ കാര്യമാണ് പിന്നീട് നാരദനും നരനാരായണൻ പറഞ്ഞു കൊടുത്തത്. അതിപ്പോൾ ഇവിടെ പരീക്ഷത്തിന് ശിവമഹർഷിയും പറഞ്ഞു കൊടുക്കണു. ഇത്രയേ ഉള്ളൂ. 3 ആഖ്യാനക്രമങ്ങളുണ്ട്. അതിൽ ആഖ്യാനത്തട്ട് എന്ന് പറയാം. പണ്ട് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും പറയുക, അത് പിന്നെയും പറയുക. എത്രയോ ആൾക്കാർ തന്നെ പിന്നെയും പറയണു. ഇപ്പം നമ്മളും പറയണു. അങ്ങനെ കൈമാറിയിട്ടുള്ള തത്വം സനന്ദൻ ബാക്കിയുള്ളവരോട് പറഞ്ഞതും സനകാദികളിൽ 3 ആളോട് പറഞ്ഞതും അതേ സംഗതി നാരദന് നാരായണൻ മഹർഷി പറഞ്ഞു കൊടുത്തതും ആയ കാര്യം ശിവമഹർഷിയായിട്ടുള്ള ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. അത് ഇത്രയുള്ളൂ. പറയുകയാണെങ്കിൽ മണിക്കൂർ കണക്കിന് പറയേണ്ട. അതിനാണ് ശ്രുതിഗീത എന്ന് പറയുന്നത്. സൃഷ്ടിക്ക് മുമ്പേ വേദത്തിന് അഭിമാനി ദേവതകൾ ഭഗവാനെ തുതിച്ചതായിട്ടാണ് 28 ശ്ലോകം. ഈ 28 ശ്ലോകം ഏകാദശത്തിലത്തെ 28 വിഷയമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല, സാധ്യമല്ല, പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമല്ല. വളരെ ഒഴിഞ്ഞിരുന്ന് വായിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് സംശയ നിവർത്തി വരുത്തേണ്ട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശ്രുതിഗീത തന്നെ മണിക്കൂർ കണക്കിന് വരും. അത്ര വേഗവളിക്ക് എത്താൻ പറ്റില്ല. അതിനെ പറഞ്ഞ സംഗതി എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ പറയുമ്പോൾ പറഞ്ഞാണ് പോവുക. ഇപ്പം നമ്മൾ കഥാഖ്യാനം അങ്ങനെയാണല്ലോ എല്ലാം പോകുന്നത്. മൊത്തത്തിൽ പറഞ്ഞു പോവുകയാണ്, ഉള്ളിലേക്ക് എത്തണമൊന്നുമില്ല. ആ സ്തുതി ജയ ജയ ജക്യതാമജിതദോഷ കൃപീത ഗുണാന്തമത് യഥാത്മനാഥമരുദ്ധ സമർത്ഥ ഭഗാം അഗജഗതോക സാമകില ശക്തവബോധകഥേ കുചിത ജയ ആത്മനാശരതോ അനുചരേ നിഗമ എന്ന് തുടങ്ങുന്നേ പറയുന്നുള്ളൂ, മുഴുവൻ പറയുന്നില്ല. അപ്പം എന്താണത്? ആ സ്തുതികൾ ഭഗവാനെ ജയിക്കുക എന്ന് പറഞ്ഞിട്ട് സ്തുതിച്ചു. ഈശ്വരൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉള്ള തത്വമാണ്. പക്ഷെ കഴുത്തിൽ കെട്ടിയ ഒരു രത്നത്തെ അത് അണിഞ്ഞ ആളറിയാത്ത പോലെയും കസ്തൂരിമാൻ എവിടുന്നാണ് ഗന്ധം വരുന്നത് എന്നറിയാത്ത പോലെയും നമ്മൾ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാതെ പുറമെ മുഴുവനെ അന്വേഷിക്കുകയാണ്.
ആദ്യം അത് മാറ്റിയിട്ട് ഉള്ളിലാണ് ഈശ്വരൻ എന്ന തത്വം നമ്മൾ ഉൾക്കൊള്ളുക. പിന്നീട് അതിനെ ഒന്നങ്ങനെ ഊട്ടി വലുതാക്കുക, ഉറപ്പിക്കുക എന്നൊക്കെ പറയണ പോലെ. അത് സത്സംഗം കൊണ്ടും ഭക്തി കൊണ്ടും ഉപാസന കൊണ്ടും നമുക്ക് സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഭക്തി തന്നെയാണ് ഏറ്റവും നല്ലത്. ജ്ഞാനമാർഗവും കർമ്മമാർഗവും കൊണ്ട് എത്താനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ പറയുന്നു, സ്ത്രീയ ഉരകേന്ദ്ര ഭോഗ, കനത്ത തടിച്ച കൈകളിൽ ആലിംഗനം അനുഭവിച്ച് അറിവില്ലാത്ത സ്ത്രീകൾ പോലും ഇതനുഭവിച്ചു. പിന്നെ നമുക്ക് എന്താ പറ്റാതിരിക്കാൻ? തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഭക്തിയോടുകൂടി അനുഭവിക്കേണ്ടതാണ് ബ്രഹ്മം. പഠിച്ച് മനസ്സിലാക്കി മറ്റൊരാൾ അങ്ങനെയല്ല. പഠിപ്പ് കൊണ്ടും അറിവ് കൊണ്ടും പറയാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും. അനുഭവത്തിലെത്തിക്കൊള്ളണം എന്നില്ല. അനുഭവം മറ്റൊന്നാണ്. അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അനുഭവം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് മിക്കവാറും അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. ബ്രഹ്മാനുഭവം മാത്രമല്ല, ഈ പഞ്ചാര പായസത്തിൻ്റെ മാധുര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആ അനുഭവം നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. ഇത്രയാണ് കൊടുത്ത് അത് കഴിച്ചു നോക്കൂ, നന്നായിട്ടുണ്ട് കേട്ടോ, അത് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അനുഭവിച്ചിട്ട് മനസ്സിലായി. അത് പറയാൻ പറ്റില്ല. അപ്പോൾ ബ്രഹ്മാനുഭവം മുഴുവൻ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അവൾക്ക് ഒരു സഹായം വാക്കുകൊണ്ടുണ്ടാക്കാം, വാക്കുകളെ കൊണ്ട് സഹായം ഉണ്ടാക്കാം. അത് എല്ലാവരിലും ആവണമെന്നില്ല. സ്വപരിശ്രമം കൊണ്ട് ഈ കേട്ട വാക്കുകളെ മനനം ചെയ്യണം. മനന നിധിത്യാസങ്ങളെ കൊണ്ട് സാധകൻ എത്തിച്ചേരുക എന്നത് അവൻ്റെ കടമയാണ്. അത് അവൻ്റെ റോളാണ്, അവൻ്റെ പങ്കാണ്. പറയണവർക്കത് ചെയ്യാൻ പറ്റില്ല. ഉള്ളിൽ കയറിയിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. പറയണവർക്ക് പറ്റുമോ? ഉള്ളിൽ കയറിയിരുന്ന് ശ്രദ്ധിക്കാൻ പറയണവർക്ക് പറ്റില്ല. അത് ശ്രദ്ധിക്കേണ്ട ആളാണ് ചെയ്യേണ്ടത്. പറയാനേ പറയുന്ന ആൾക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്നു, ഞാനൊരു തെങ്ങിൻ്റെ മുകളിൽ നാളികേരം കണ്ടു, നല്ല ഇളനീരാണ് എന്ന് പറഞ്ഞു എന്ന് കൂട്ടുക. വേണ്ടവർക്ക് അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇളനീരിൻ്റെ അനുഭവം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യണം? ഇവരാരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടു. ആ ഇൻഫർമേഷൻ അവർ കൊടുത്തു. അറിയാത്ത ഒരു ഇൻഫർമേഷനാണ് കൊടുത്തത്, അവരറിഞ്ഞിട്ടില്ല ഇത് ഇളനീര് അവിടെ ഉള്ളത്. അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇന്ന ഭാഗത്ത്. അവരെന്ത് ചെയ്യണം? ഇതെടുക്കണം, കയറാൻ പറ്റണവരെ കൊണ്ട് കയറ്റണം, അത് വെട്ടണം, കഴിക്കണം. അപ്പം അനുഭവം ഉണ്ടായി. അപ്പം നമുക്ക് ഈ വാക്കല്ല ഇളനീര് കിട്ടാൻ കാരണം പറയാൻ പറ്റില്ല. വാക്ക് പറഞ്ഞതുകൊണ്ടാണ് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണോ? അല്ല. ആളെ വിളിച്ചു, കയറ്റി, ഇളനീര് വെട്ടി, കഴിച്ചു, അതിൻ്റെ അനുഭവം കിട്ടി. അപ്പോൾ വാക്ക് തന്നെയാണ് അവിടേക്ക് എത്തിച്ചത്. പക്ഷേ അത് കേട്ട അവിടെ ഇരുന്നാൽ ഇളനീരിൻ്റെ അനുഭവം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇതുപോലെയാണ് അവിടേക്ക് എത്തിക്കാനുള്ള മാർഗം ഒന്നിങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യുക. പോയിൻ്റർ എന്ന് പറയുന്നതും പോയിൻറ്റഡ് എന്ന് പറയുന്നതും ഒന്നല്ല. പോയിൻ്റർ ഒരു ബോർഡിൻ്റെ മുകളിലൊരു മാഷ് വടി വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആ വടി എന്തിനാണ് സഹായിക്കുന്നത്? ഏതിനെയാണ് ചൂണ്ടുന്നതെന്ന് കുട്ടികൾക്ക് അറിയാനാണത്. മാഷ് ഉദ്ദേശിക്കുന്നത് വടിയാണോ? അല്ല. മാഷ് ഉദ്ദേശിക്കുന്നത് അവിടെ എഴുതിയിട്ടുള്ള വരികളെ ഉദ്ദേശിക്കണം. അവിടേക്ക് ശ്രദ്ധ എത്താനാണ് ഈ വടി കൊണ്ട് ഇങ്ങനെ തൊടണത്. വടി ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ തൊട്ടി കാണിക്കും ഇല്ലേ? അപ്പോൾ ആ വടിയുടെ സ്ഥാനമാണ് വാക്കുകൾക്ക്. അതിൻ്റെ അടുത്തേക്ക് ശ്രദ്ധിപ്പിക്കാൻ ഉള്ള ഒരു മാർഗം മാത്രം, ഒരു ഉപാധി മാത്രം. പോയിൻ്റഡും പോയിൻ്ററും ഒന്നല്ല. പോയിൻ്റർ എന്ന് പറഞ്ഞാൽ വടിയാണ്. പോയിൻ്റഡ്, വാട്ട് ഈസ് ദി പോയിൻ്റഡ് എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അപ്പോൾ അവിടേക്ക് എത്തിക്കാനുള്ള സഹായി മാത്രമാണ് വാക്കുകൾ. ഇതാണ് ശ്രുതിഗീതയുടെ ആകപ്പാടെയുള്ള സാരമാണ് പറഞ്ഞത്. വാക്ക് ശ്ലോകം ചൊല്ലിയിട്ടില്ല. യോ പ്രേക്ഷകാദിമദ്യനെ യോ വ്യക്തജീവേശ്വരോ യസ്തുട്ടേതമനുപ്രവിശ്യ ഋഷിണ ചക്രേ പുരശ്ചാത്തിത യം സംബന്ധിജാത്യജാമനുഷൈതുത്തക്കുലായം യഥാ തം കൈവല്യനിരത്തയോനിമവയം ധ്യായേതചസ്രം ഹരിം. അതുകൊണ്ട് എല്ലാവരും ശരിക്ക് എന്താണോ വേണ്ടത് പറഞ്ഞു. ഇപ്പം എന്താ നമ്മൾ വേണ്ടത് എന്നാണെങ്കിൽ ധ്യായേതചസ്രം ഹരിം, ആ ഹരിയെ സദാ ധ്യാനിക്കുക. അങ്ങനെയാവുമ്പോൾ തന്നെ അവിടേക്ക് എത്തിക്കോളും. നമുക്ക് അർഹതയുള്ള സമയം വരുമ്പോൾ ബ്രഹ്മാനുഭവം തന്നെ ഉണ്ടാവും. ഏതൊരു ഭഗവാനാണോ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ചതിൽ അനുപ്രവേശം ചെയ്ത് ഇതിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അനാദിമധ്യാന്തമായിട്ടുള്ള ആ ഹരിയെ ധ്യാനിക്കുക, ഭജിക്കുക, അതൊക്കെ ചെയ്യുക.
അപ്പം എന്തുണ്ടാവും? ബ്രഹ്മാനുഭവം ഉണ്ടാവും എന്നങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കായേന വാചാ മനസേന്ദ്രിയരുവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.